ഹലോ ഗൈസ്, വെൽക്കം ടു ദി ക്ലാസ്. നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കോമെന്റ് ചെയ്യുക. ഓക്കെ, സോ ജിംനോസ്പേംസ്. ഓക്കെ, ജിംനോസ് എന്ന് പറഞ്ഞാൽ എന്താ? ജിംനോസ് ജിംനോസ് എന്ന് പറഞ്ഞാൽ നേക്കഡ്. ഓക്കെ, ഇനി അതേപോലെ സ്പേമ എന്ന് പറഞ്ഞാൽ എന്താ? സീഡ്സ്. അപ്പം ജിംനോസ്പേംസ് എന്ന് പറഞ്ഞാൽ നേക്കഡ് സീഡ്സ്. ഓക്കെ, ആക്ച്വലി ഈ സീഡ് എവിടുന്നാണ് ഡെവലപ്പ് ആവുന്നത്? സീഡ് ഡെവലപ്പ് ആവുന്നത് ഒവ്യൂളിലായിരുന്നു. ഒവ്യൂളാണ് എന്തായി മാറുന്നത്? സീഡായിട്ട് മാറുന്നത്. ഓവറി എന്താ? ഓവറി ഫ്രൂട്ട് ആയിട്ടാണ് മാറുന്നത്. നമ്മുടെ ജിംനോസ്പേമിന് എന്തിന്റെ കവറിങ് ഉണ്ടാവത്തില്ല? ഓവറി വാളിന്റെ കവറിങ് ഉണ്ടാവത്തില്ല. സോ സോ ഒവ്യൂൾസ് ആർ നോട്ട് എൻക്ലോസ്ഡ് ബൈ ഒവ്യൂൾസ് ആർ നോട്ട് എൻക്ലോസ്ഡ് ബൈ ഓവറി wall. Okay, ovary wall and remain exposed before and after fertilization. സോ ഒവ്യൂളിൻ്റെ അകത്താണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സീഡ് വരുന്നത്. ഓവറിൻ്റെ അകത്ത് ഫ്രൂട്ട്. അപ്പം ഒവ്യൂൾസിന് എന്തിന്റെ കവറിങ് ഇല്ല? ഓവറി വാളിന്റെ കവറിങ് ഇല്ല. അതുകൊണ്ട് എന്തുണ്ടാവത്തില്ല? സീഡിന് ഒരു കോട്ടിങ് ഉണ്ടാവത്തില്ല. അതേപോലെ തന്നെ ഈ റിമെയിൻ എക്സ്പോസ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, ഈ ഓവറി വാളിന്റെ കവറിങ് ഇല്ലാത്തതിനെ കൊണ്ട് ഫെർട്ടിലൈസേഷന് മുന്നും ഫെർട്ടിലൈസേഷന് ശേഷവും എന്തായിരിക്കും? സീഡ്സ് എക്സ്പോസ്ഡ് ആയിരിക്കും. ഓക്കെ, എക്സ്പോസ് എന്നാൽ എന്താ? തുറന്ന് കാണിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്കിതിൽ കാണാൻ കഴിയുന്ന മീഡിയം ട്രീസ് മുതൽ മീഡിയം ടു ടോൾ ട്രീസ് വരെ നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. മീഡിയം ട്രീസ് മുതൽ ടോൾ ട്രീസും അതേപോലെ തന്നെ ഷേർബ്സും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഷേർബ്സ്. സോ ഇപ്പൊ ഇതിൽ ടോൾ ട്രീന്റെ ഒരു എക്സാമ്പിൾ ആണെന്ത്? സെക്കോയ. സെക്കോയ. ഓക്കെ, സെക്കോയ ഇത് ഒരു ജയന്റ് റെഡ് വുഡ് ട്രീ ആണ്. ജയന്റ് റെഡ് വുഡ് ട്രീ. ഓക്കെ, അതേപോലെ തന്നെ ഇവർ ടാപ്പ് റൂട്ട്. ടാപ്പ് റൂട്ട് ടാപ്പ് റൂട്ട് പറഞ്ഞാൽ പ്രൈമറി റൂട്ട് അല്ലെങ്കിൽ റാഡിക്കൽ. ഓക്കെ ഓക്കെ സോ നമ്മൾ ജിംനോസ്പേമിന്റെ റൂട്ട്സ് നോക്കുകയാണെങ്കിൽ 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്താണ് ടാപ്പ് റൂട്ട്. ടാപ്പ് റൂട്ട് അത് ലാർജ് ട്രീ ഉണ്ടാവും. ഓക്കെ, ലാർജ് ട്രീ. ഇനി അതേപോലെ തന്നെ അടുത്താണ് മൈക്കോറൈസ. മൈക്കോറൈസ മൈക്കോറൈസയിൽ മൈക്കോ എന്ന് പറഞ്ഞാൽ എന്താ? മൈക്കോ എന്ന് പറഞ്ഞാൽ ഫംഗൈ. ഫംഗൈ എന്താ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയോ? ഫംഗൈ പ്രൊവൈഡ് ചെയ്യുന്നത് വാട്ടറും മിനറൽസും ഒക്കെ. വാട്ടറും അതേപോലെ തന്നെ മിനറൽസും പ്രൊവൈഡ് ചെയ്യും. ഈ റൈസ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? റൈസ എന്ന് പറഞ്ഞാൽ റൂട്ട്. ഈ റൂട്ട് ഫംഗൈക്ക് വേണ്ട ഫുഡും ഷെൽട്ടറും പ്രൊവൈഡ് ചെയ്യും. ഫുഡും ആൻഡ് ഷെൽട്ടറും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ ലാർജ് ട്രീ കാര്യങ്ങളാണ്. നമ്മുടെ സെക്കോയ പോലത്തെ. മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ അതൊരു ഫംഗൽ അസോസിയേഷൻ ആണ്. അതിൽ മൈക്കോ എന്ന് പറഞ്ഞാൽ ഫംഗൈ ആണ്. അവർ വാട്ടറും മിനറൽസും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതേപോലെ റൂട്ട് തിരിച്ച് ഫുഡും ഷെൽട്ടറും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റൂട്ടാണ് കോറലോയിഡ് റൂട്ട്. ഓക്കെ, കോറലോയിഡ് റൂട്ട്. ഈ കോറലോയിഡ് റൂട്ടിന്റെ എക്സാമ്പിൾ ആണ് ആര്? സൈക്കസ്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൽ സൈനോബാക്ടീരിയ. ഓക്കെ, അത് എന്തിനെ ഫിക്സ് ചെയ്യും? നൈട്രജനെ ഫിക്സ് ചെയ്യും. നൈട്രജൻ ഫിക്സേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ജിംനോസ്പേമിന്റെ സ്റ്റെമ്മ് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് 2 പേരെ കാണാം. ഒന്ന് ബ്രാഞ്ച്ഡ്, അതേപോലെ തന്നെ രണ്ടാമത്തെ അൺബ്രാഞ്ച്ഡ്. ഓക്കെ, ബ്രാഞ്ച്ഡും കാണാം, അൺബ്രാഞ്ച്ഡും കാണാം. ഈ ബ്രാഞ്ചിന്റെ എക്സാമ്പിൾ ആണ് പൈനസ്, അതേപോലെ തന്നെ സെഡ്രസ്. അൺബ്രാഞ്ചിന്റെ എക്സാമ്പിൾ ആണ് സൈക്കസ്. ഓക്കെ, സോ ഇതൊരു പൈനസ് ആണെങ്കിൽ ലീവ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അത് ബ്രാഞ്ച് ഒന്നുമില്ല. ഇനി സൈക്കസിന്റെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ടൊരു ബ്രാഞ്ച് ഉണ്ടാവും, ഇവിടെ ഇങ്ങോട്ടൊരു ബ്രാഞ്ച്, ഇതിന്റെ മുകളിലൊക്കെ ലീഫ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, സോ ഇതാണ് സ്റ്റെമ്പ് ബ്രാഞ്ചിലും അൺബ്രാഞ്ചിലും. ഇനി ഇതിന്റെ ലീഫ് നോക്കുകയാണെങ്കിൽ ലീഫ് 2 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ ലീഫ് ഉണ്ട്. സിമ്പിൾ ലീഫ് എങ്ങനെയാ ഉണ്ടാവുക?
ഓക്കെ, ഇതൊരു സിമ്പിൾ ലീഫാണ്. അതേപോലെ തന്നെ കോമ്പൗണ്ട് ലീഫ്, സിമ്പിൾ ലീഫുണ്ട്, കോമ്പൗണ്ട് ലീഫുണ്ട്. ഓക്കെ, ഇതൊരു കോമ്പൗണ്ട് ലീഫാണ്. അപ്പൊ ജിംനോസ്പേമിൽ ലീഫ് രണ്ട് ടൈപ്പ് ഉണ്ട്, സിമ്പിളും ഉണ്ട്, കോമ്പൗണ്ട് ലീഫും ഉണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈക്കസിന്റെ അകത്ത്, ഇനി സൈക്കസിന്റെ അകത്ത് പിന്നേറ്റ് ലീഫാണുള്ള. ഓക്കെ, പിന്നേറ്റ് ലീഫ്, ആ പിന്നേറ്റ് ലീഫ് ഒരുപാട് കാലം നിൽക്കും, ഒരു വർഷത്തിൽ മുകളിൽ നിൽക്കും. അതായത് ഒരു 4-5 വർഷമൊക്കെ ഈ സൈക്കസിലെ പിന്നേറ്റ് ലീഫ് നിലനിൽക്കും. ഓക്കെ, പിന്നേറ്റ് ലീഫ് പെർസിസ്റ്റ് ഫോർ മെനി ഇയേഴ്സ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ സൈക്കസിന്റെ ലീഫ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ ഈ പിന്നേറ്റ് ലീഫ് പറയുന്ന സമയത്ത് പിന്നെന്ന് ഓർത്താൽ മതി. ഓക്കെ, ആക്ച്വലി ഒരു ലീഫ് പിന്ന് പോലെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവര് ഈ ഈ ജിംനോസ്പേമിലെ ലീഫ് ഒരുപാട് കണ്ടീഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അതായത് എക്സ്ട്രീം കണ്ടീഷനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ഇപ്പൊ എക്സ്ട്രീം കണ്ടീഷൻ പറയുന്ന സമയത്ത് നമുക്കതിൽ എന്തൊക്കെ പറയാം, ടെമ്പറേച്ചർ പറയാം. അതായത് ചൂട് കൂടിയാലും തണുപ്പാണെങ്കിലും അവർ സർവൈവ് ചെയ്യും. അതേപോലെ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മോയ്സ്ചർ കൂടിയാലും കുറഞ്ഞാലും അവർ സർവൈവ് ചെയ്യും. അതേപോലെ തന്നെ വിൻഡ് നല്ല ഹൈ സ്പീഡ് വിൻഡ് ആണെങ്കിലും ലോ സ്പീഡ് വിൻഡ് ആണെങ്കിലും ഇവർ സർവൈവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ കോണിഫേഴ്സ് നോക്കുകയാണെങ്കിൽ കോണിഫേഴ്സിൽ ഇവരുടെ നീഡിൽ ലൈക്ക് ആയിരിക്കും ലീഫ് ഉണ്ടാവുക. നീഡിൽ ലൈക്ക് ലീഫ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അവരെന്ത് റെഡ്യൂസ് ചെയ്യുന്ന അറിയോ, അവര് സർഫസ് ഏരിയ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സർഫസ് ഏരിയ റെഡ്യൂസ് ചെയ്യും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വാട്ടർ ലോസ് ഒക്കെ കുറയ്ക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് അറിയോ, വാട്ടർ ലോസ് കുറയ്ക്കുന്നുണ്ട്. അവർക്ക് തിക്ക് ക്യൂട്ടിക്കിൾ ഉണ്ട്, അതുകൊണ്ട് വാട്ടർ ലോസ് കുറവായിരിക്കും. ഓക്കെ, അതേപോലെ ഇവരുടെ സ്റ്റൊമാറ്റ സങ്കൺ ആയിരിക്കും. സങ്കൺ സ്റ്റൊമാറ്റ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ, റെഡി ആണോ? ഓക്കെ, ഇപ്പൊ ഇവര് ഹെട്രോസ്പോറസ് ആണ്. ഇവര് ജിംനോസ്പേംസ് എന്താ, ഹെട്രോസ്പോറസ്. ഓക്കെ, ഹെട്രോ എന്ന് പറഞ്ഞാൽ തന്നെ ഡിഫറെന്റ് അല്ലേ. അപ്പൊ അവർക്ക് 2 സ്പോർ ഉണ്ടാവും. 2 സ്പോർ ഏതൊക്കെയാ അറിയാം, ഒന്ന് മൈക്രോസ്പോർ, രണ്ടാമത്തത് മെഗാസ്പോർ. ഓക്കെ, മൈക്രോസ്പോറും മൈക്രോസ്പോർ മെയിലാണ്, മെഗാസ്പോർ ഫീമെയിൽ ആണ്. ഓക്കെ ആണോ? ഓക്കെ, സോ ഒരു ഫിഗർ ഒന്ന് കാണിച്ചു. ഇപ്പൊ ഇതൊരു സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ലീഫാന്ന് വിചാരിച്ചോ, സ്പൈറലി അറേഞ്ച്ഡ് ലീഫ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കാണാം, സ്പൊറാഞ്ചിയ. എന്താ കാണാം, സ്പൊറാഞ്ചിയ. ഈ സ്പൊറാഞ്ചിയതിനകത്ത് എന്തുണ്ടാവും, സ്പോർ ഉണ്ടാവും. ഓക്കെ, എന്തുണ്ടാവും, സ്പോർ ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ ആക്സിസ് ആണ്. ഓക്കെ, സോ ഈ സ്പോർ ചെറുതാണെങ്കിൽ എന്താ, മൈക്രോ ആണ് അല്ലേ, അത് മൈക്രോസ്പോർ ആണ്. ഇനി ഇതിനകത്തുള്ള സ്പോർ എന്താ, അത് വലുതാണെങ്കിൽ അതെന്താ, മെഗാസ്പോർ ആണ്. ഓക്കെ, റെഡി ആണോ? മെഗാസ്പോർ ആണെങ്കിൽ ഫീമെയിലും മൈക്രോസ്പോർ ആണെങ്കിൽ മെയിലും ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ കാണുന്ന ഈ സാധനം കോമ്പാക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് എന്ത്, ലാക്സ് അല്ലെങ്കിൽ സ്ട്രോബിലൈ അല്ലെങ്കിൽ അവർ നമ്മൾ കോൺ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം മെയിൽ കോൺ എന്നും ഫീമെയിൽ കോണും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ സ്ട്രോബിലൈ എന്ന് പറയാം, അല്ലെങ്കിൽ ലാക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ കോൺ എന്ന് പറയാം. അപ്പൊ ഇതിൽ ആരൊക്കെ ഉണ്ട്, നമുക്ക് മെയിലും ഉണ്ട്, അതേപോലെ തന്നെ ഫീമെയിലും ഉണ്ട്. ഫീമെയിൽ കോൺ, ഫീമെയിൽ സ്ട്രോബിലൈ, മെയിൽ കോൺ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമ്മൾ ഇവരുടെ സെക്സ് ഓർഗൻസ് നോക്കുകയാണെങ്കിൽ മെയിൽ ഗാമേറ്റും മെയിൽ സെക്സ് ഓർഗനും അതേപോലെ തന്നെ ഫീമെയിൽ സെക്സ് ഓർഗനും, മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും നമുക്ക് ഇപ്പൊ നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ കാണുന്ന 2 രീതിയിലാണ്. ഒന്നാമത്തെ രീതി പറഞ്ഞാൽ സെയിം പ്ലാന്റ്. ഓക്കെ,
ഇപ്പം മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ രണ്ട് രീതിയിൽ കാണും. ഒന്ന് സെയിം പ്ലാന്റിന് മുകളിലാണെങ്കിൽ എന്താണ്, അതിനെ മൊണീഷ്യസ് എന്ന് വിളിക്കും. ഓക്കെ, മൊണീഷ്യസ്. അതിന് എക്സാമ്പിൾ ആണ് എന്ത്, പൈനസ്. ഓക്കെ, രണ്ടാമത്താണ് ഡിഫറെന്റ് പ്ലാന്റിന് മുകളിൽ കാണും. ഡിഫറെന്റ് പ്ലാന്റിന് മുകളിൽ കാണും. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ നമുക്ക് ഡിഫറെന്റ് പ്ലാന്റിന് മുകളിൽ കാണുക, അതിനെ ഡയീഷ്യസ് എന്ന് വിളിക്കും. ഓക്കെ, എന്താ വിളിക്കുക, ഡയീഷ്യസ്. അതിന് എക്സാമ്പിൾ ആണ് ആര്, സൈക്കസ്. ഓക്കെ ആണോ? അതേപോലെ തന്നെ ഇവരിപ്പോൾ നമ്മൾ ജിംനോസ്പേമിൽ നമുക്ക് എന്ത്, മെയിൽ ആൻഡ് ജിംനോസ്പേമിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് don't have free living, ഓക്കെ, ഫ്രീ ലിവിങ് എക്സിസ്റ്റൻസ്. അതായത് ഇവിടെ ജിംനോസ്പേമിൽ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അവരെവിടെയാണ് ഉണ്ടാവുക, അവര് സ്പൊറാഞ്ചിയം, ഓക്കെ, സ്പോറോഫൈറ്റിന്റെ സ്പൊറാഞ്ചിയത്തിലാണ് ഉണ്ടാവുക. they remain within sporangia of sporophytes. സ്പോറോഫൈറ്റിന്റെ സ്പൊറാഞ്ചിയത്തിലാണ് ഇവരുണ്ടാവുക. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചോ. ഇതിൽ മെയിൽ ഗാമീറ്റ്, അതായത് അവിടുന്ന് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. ഈ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നത് എയർ വഴിയാണ്. എന്നിട്ടാണ് അത് ഫീമെയിലിന്റെ അടുത്ത് എത്തുന്നത്. ഓക്കെ, പോളൻ ഗ്രെയിൻസ് റിലീസ്ഡ് എയർ ടു റീച്ച് ഫീമെയിൽ. ഓക്കെ, ഇതൊന്ന് ഓർത്തിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ ലൈഫ് സൈക്കിൾ ഒന്ന് നോക്കിയാലോ. ഇവരുടെ ലൈഫ് സൈക്കിൾ വളരെ എളുപ്പമുള്ള ലൈഫ് സൈക്കിളാണ്. ഓക്കെ, സോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമുക്ക് സ്പോറോഫൈറ്റ് എന്ന് ഇവർ നേരെ എങ്ങോട്ടാ പോവുക, ഫീമെയിൽ കോണും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, മെയിൽ കോണും ഉണ്ട്. ഓക്കെ, ഫീമെയിൽ കോൺ അല്ലെങ്കിൽ ഫീമെയിൽ സ്ട്രോബിലൈ, മെയിൽ സ്ട്രോബിലൈ എന്നൊക്കെ പറയും. ഓക്കെ, ഈ ഫീമെയിൽ കോണിന് എന്ത് ഡെവലപ്പ് ആവും, മെഗാസ്പൊറാഞ്ചിയം. ഓക്കെ, മെയിൽ കോണിന് എന്താ, മൈക്രോസ്പൊറാഞ്ചിയം. ഓക്കെ, ഈ മെഗാസ്പൊറാഞ്ചിയത്തിന് എന്താ ഡെവലപ്പ് ആവുക, മെഗാസ്പോർ മദർ സെൽ. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിനോ, മൈക്രോസ്പോർ മദർ സെൽ. ഓക്കെ, ഇനി ഈ മെഗാസ്പോർ എന്ന് ഡെവലപ്പ് ആവുന്നുണ്ടാവും. ഓക്കെ, മെഗാസ്പോർ മദർ സെല്ലിന്റെ അകത്ത് നിന്ന് മെഗാസ്പോർ ഡെവലപ്പ് ചെയ്യും. എന്താ ഡെവലപ്പ് ചെയ്യുന്നത്, മെഗാസ്പോർ. അതേപോലെ മൈക്രോസ്പോർ മദർ സെല്ലിന്റെ അകത്ത് നിന്ന് മൈക്രോസ്പോറും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഈ മൈക്രോസ്പോറിന്റെ അകത്ത് നിന്ന് പോളൻ ഗ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. മെഗാസ്പോറിന്റെ അകത്ത് നിന്ന് ഫങ്ഷണൽ ഗമറ്റോഫൈറ്റ് ഡെവലപ്പ് ആവുന്നുണ്ടാവും. സോ മെഗാസ്പോറിന് ഫങ്ഷണൽ ഗമറ്റോഫൈറ്റും മൈക്രോസ്പോറിന് പോളൻ ഗ്രെയിൻ ഡെവലപ്പ് ആവും. ഈ പോളൻ ഗ്രെയിനിൽ നിന്ന് പോളൻ ട്യൂബ്, ഓക്കെ, പോളൻ ഗ്രെയിനിന്റെ അകത്ത് നിന്ന് പോളൻ ട്യൂബും ഫങ്ഷണൽ മെഗാസ്പോറിന്റെ അകത്ത് നിന്ന് ഫീമെയിൽ ഗമറ്റോഫൈറ്റ്. ഓക്കെ, ഫീമെയിൽ ഗമറ്റോഫൈറ്റ്. ഇനി ഈ ഫീമെയിൽ ഗമറ്റോഫൈറ്റിന്റെ അകത്ത് നിന്ന് എന്ത് ഫോം ചെയ്യും, എഗ് ഫോം ചെയ്യും. പോളൻ ട്യൂബിന്റെ അകത്ത് നിന്ന് എന്താ വരിക, മെയിൽ ഗാമേറ്റ്. ഓക്കെ, മെയിൽ ഗാമേറ്റ്. ഈ മെയിൽ ഗാമേറ്റും അതേപോലെ എഗ്ഗും കൂടെ ഫോം ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. ആ സൈഗോട്ടിന്റെ അകത്ത് നിന്ന് എന്ത് വരും, എംബ്രിയോ. ഓക്കെ, അതിന്റെ കൂടെ എംബ്രിയോന്റെ അകത്ത് നിന്ന് ആര് വരും, സീഡ് വരും. സീഡിന്റെ അകത്ത് നിന്ന് സ്പോറോഫൈറ്റ്. സോ നമുക്ക് നോക്കിയാലോ. ഓക്കെ, സോ സ്പോറോഫൈറ്റിന് ഫീമെയിൽ കോണും ഉണ്ടാവും, മെയിൽ കോണും ഉണ്ടാവും. ആ ഫീമെയിൽ കോണിന് മെഗാസ്പൊറാഞ്ചിയും, മെയിൽ കോണിന്റെ അകത്ത് നിന്ന് മൈക്രോസ്പൊറാഞ്ചിയും. മെഗാസ്പൊറാഞ്ചിയത്തിന് മെഗാസ്പോർ മദർ സെല്ലും, മൈക്രോസ്പോറിന്റെ അകത്ത് മൈക്രോസ്പോർ മദർ സെല്ലും. മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് മൈക്രോസ്പോറും, മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് മെഗാസ്പോറും ഡെവലപ്പ് ആവുന്നു. അങ്ങനെ ഈ മെഗാസ്പോറിന് ഫങ്ഷണൽ ഗമറ്റോഫൈറ്റും മൈക്രോസ്പോറിന്റെ അകത്ത് നിന്ന് പോളൻ ഗ്രെയിനുമാണ്. ഓക്കെ, ഈ പോളൻ ഗ്രെയിനിന്റെ അകത്ത് നിന്ന് പോളൻ ട്യൂബ് ഡെവലപ്പ് ആവും. അതേപോലെ ഫങ്ഷണൽ ഗമറ്റോഫൈറ്റിന് ഫീമെയിൽ ഗമറ്റോഫൈറ്റ് വരും. അങ്ങനെ ഫീമെയിൽ ഗമറ്റോഫൈറ്റിന് എഗ്ഗും അതേപോലെ തന്നെ നമ്മുടെ മെയിൽ ഗാമേറ്റും കൂടെ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും, ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് സൈഗോട്ട് ഫോം. ആ സൈഗോട്ടിന് എംബ്രിയോയും, എംബ്രിയോനകത്ത് സീഡും ഫോം. സീഡിനകത്ത് സ്പോറോഫൈറ്റ്. സോ ഇത്രയുള്ള ഒരു ലൈഫ് സൈക്കിൾ നന്നായിട്ട് വരച്ച് പഠിക്കണം. ഓക്കെ, സോ ഇഷ്ടപ്പെട്ട ക്ലാസ് ഒക്കെ
ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.